ഗുഡ് മോർണിംഗ് എല്ലാ മലയാളികൾക്കും RC ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഒരു വീഡിയോ ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺഫ്ലിക്ട്സിനുള്ള കാരണങ്ങളും കോൺഫ്ലിക്ട്സിൻ്റെ നിങ്ങളുടെ കാരണങ്ങളും മറ്റു പേഴ്സൻ്റെ കാരണങ്ങളും നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ ഏകദേശം 1 മണിക്കൂറും 3 മിനിറ്റും ഉള്ളത് കൊണ്ട് ഞാനത് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് ദയവ് ചെയ്ത് സെലക്ട് ചെയ്തേക്കുന്ന ഫയൽ 1, 2, 3 ഏതാണ് സെലക്ട് ചെയ്തേക്കണമെന്നനുസരിച്ചിട്ട് അത് നോക്കി കാണാം. രണ്ടും കാണുന്നത് നല്ലതാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. കാരണം എനിക്കിതത് ഡിവൈഡ് ചെയ്യാതെ എനിക്ക് ഇതിനകത്ത് ഇടുമ്പോൾ ഭയങ്കരമായിട്ട് സമയമെടുക്കുന്നതുകൊണ്ട് പ്രത്യേകമായിട്ട് ഞാനത് 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യണം. ഞാനിപ്പോൾ കഴിഞ്ഞു വീഡിയോ എടുത്തതിന് ശേഷമാണ് ഈ വീഡിയോ ഞാനിപ്പോൾ എടുക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ 1 മണിക്കൂറും 3 മിനിറ്റും ഉണ്ട്. അപ്പം ഒരുപാട് ടൈം എടുക്കുന്നതുകൊണ്ട് 2 വീഡിയോ ആയിട്ട് ഞാനിത് ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ പാർട്ട് 1-ൽ ഫയൽ നമ്പർ 1 ഉണ്ടാവും, പിന്നെ ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, പിന്നെ ബാക്കി എന്തെങ്കിലും ടോക്ക് ഉണ്ടാവാം. ഫയൽ നമ്പർ 2 and 3 സെക്കൻഡ് പാർട്ടിലുണ്ടാവും കേട്ടോ. കോൺഫ്ലിക്ട്സ് സെയിം തന്നെ പാർട്ട് 1, പാർട്ട് 2. ഓക്കെ, എല്ലാവരും അത് മനസ്സിലാക്കിയിട്ട് പ്ലീസ് സഹകരിക്കുക കേട്ടോ. പിന്നെ ഇംഗ്ലീഷ് ചാനൽ RC ചാനൽ സർവീസസ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള റീഡിങ്ങുകൾ കിട്ടാം, അറിവുകൾ കിട്ടാം. ഓക്കെ, അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുക പ്ലീസ്. ക്ഷമിക്കുക, കാരണം അങ്ങനെ ചെയ്യാതെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു. എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ പുതിയൊരു ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. പുതിയൊരു സബ്ജക്റ്റ്, നിങ്ങൾക്കൊക്കെ അറിയാൻ ആഗ്രഹമുള്ള ഒരു സബ്ജക്റ്റ്, അല്ലെങ്കിൽ അറിയാവുന്ന ഒരു സബ്ജക്റ്റ് എന്തായിരിക്കും എന്ന് വെച്ചാൽ, വാട്ട് ഈസ് ദ റീസൺ ഫോർ യുവർ കോൺഫ്ലിക്ട്സ് ഇൻ യുവർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്ട്സിൻ്റെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ലവിലെ നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട്സിൻ്റെ യഥാർത്ഥ റീസൺ എന്താണ്, അതിൻ്റെ റീസൺ എന്താണ് ഫ്രം യുവർ സൈഡ്, നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്താണ്, അവരുടെ സൈഡിൽ നിന്ന് എന്താണ്, അതിൻ്റെ ഒരു കമ്പൈൻഡ് എനർജി എന്താണ്, ഇത് നമുക്ക് നോക്കാം. ഇതൊരു വണ്ടർഫുൾ റീഡിംഗ് ആണ്. അപ്പോൾ ആദ്യം നമുക്കത് 3 പൈലായിട്ട് നോക്കാം. 3 പൈല്. അപ്പോൾ പിക്ക് എ കാർഡ് റീഡിംഗ് തന്നെയാണ്. അപ്പോൾ 1 to 3, 1 മുതൽ 3 വരെയുള്ള പിക്ക് എ കാർഡ് റീഡിങ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പക്ഷെ കറക്കി കുത്തരുത്. നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചിട്ട് നിങ്ങൾ ഒരു റീസൺ കണ്ടുപിടിക്കുക. ഏതാണ് എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, ഏതാണ് എൻ്റെ ഒരു ഇൻറ്റ്യൂഷനിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്, അതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അതിനകത്ത് നിങ്ങളുടെ റീസൺ, വാട്ട് ഈസ് ദ റീസൺ ഫോർ യുവർ കോൺഫ്ലിക്ട്സ് ടുവേർഡ്സ് ദ അതർ പേഴ്സൺ, വാട്ട് ഈസ് ഹിസ് കോൺഫ്ലിക്ട്സ് ഓർ ഹെർ കോൺഫ്ലിക്ട്സ് ടുവേർഡ്സ് ടു യു. ഓക്കെ, ഇത് രണ്ടും കൂടി വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കറൻറ്റ് എനർജി എന്താണ്, മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് നമുക്ക് യൂണിവേഴ്സ് അതിൻ്റെ ഒരു മെസ്സേജ് നമുക്ക് കാണാം. ഇനി നമ്മൾ ഫയൽ നമ്പർ 2-ലേക്ക് പോവാണ്. എന്താണ് നിങ്ങളുടെ കോൺഫ്ലിക്ട്സിൻ്റെ കാരണം, ഫയൽ നമ്പർ 2-ൻ്റെ. പിന്നെ ഫയൽ നമ്പർ 2 തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളോടുള്ള കോൺഫ്ലിക്ട്സിൻ്റെ കാരണം. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയണമെന്നില്ല, ലിറ്ററലി ചിലപ്പോൾ അറിയാം. അപ്പം ഇതാണ് നമ്മളിപ്പോൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ,
ഓക്കെ, ഇനി വാട്ട് ഈസ് യുവർ പേഴ്സൺസ് റീസൺസ് ഫോർ കോൺഫ്ലിക്റ്റ്? ഓക്കെ, അതായത് നിങ്ങളുടെ ആൾക്ക് എന്താണ് കോൺഫ്ലിക്ട്സിനെ വിതിൻ മേ ബി ഹിംസെൽഫ്. ഓക്കെ, അത് ഉള്ളിൽ തന്നെ ആയിരിക്കാം, പുറത്ത് കാണിക്കുന്നുണ്ടാവില്ല. വാട്ട് എവർ ദ കോൺഫ്ലിക്ട്സിന്റെ റീസൺ എന്താണ് എന്നാണ് നമുക്കിവിടെ കാണേണ്ടത്. പിന്നെ ഇതൊരു കോമൺ റീഡിംഗ് ആണ്. എല്ലാ റീസണും എല്ലാവർക്കും ഒരുപോലെ ആവില്ല കേട്ടോ. ഇതിലേതെങ്കിലും ഒരു റീസണേ നിങ്ങൾക്ക് വരുള്ളൂ. ഓക്കെ, ഓക്കെ. dominating. ഓക്കെ, ഇത് ഒരുപാടുണ്ട്, ഞാൻ പെട്ടെന്ന് പറയാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നിങ്ങളുടെ ഡിവൈൻ ഗൈഡൻസ്. ഇതൊരു വളരെ മഹത്വരമായിട്ടുള്ള ഒരു കാർഡാണ് സത്യം പറഞ്ഞത്. പക്ഷെ ഇതൊരു കോൺഫ്ലിക്ട്സ് ആയിട്ട് വരുമ്പോൾ, അതിന് റീസൺ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ഈ ആളെ ഉപദേശിക്കാൻ നിൽക്കണ്ടാവും. ഒരു ഉപദേശി സ്വഭാവം ഉണ്ടാവും. ഉപദേശി സ്വഭാവം ഏത് സമയത്തും ബ്ലെയിം ചെയ്തിട്ട് അല്ലെങ്കിൽ ഉപദേശം കൊടുക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇതിങ്ങനെ ചെയ്താൽ അങ്ങനെ ആവില്ല, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആവില്ല. ഒരു പേഴ്സണൽ സ്പേസിനെ ഇത് കൊടുക്കുന്നുണ്ടാവില്ല. അപ്പൊ കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല. മനസ്സിലായോ? അപ്പൊ അത് കോൺഫ്ലിക്ട്സ് ആവും. അതായത് ഏത് സമയത്ത് ഉപദേശിക്കാണ്, നീ അങ്ങനെ ചെയ്ത് ശരിയായില്ല, ഇങ്ങനെ ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ഈ വ്യക്തി നിങ്ങളെ ഏത് സമയത്തും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു ബ്ലെയിം വന്നു കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലമാണ്. ഓക്കെ, ഇനി ഏസ് ഓഫ് ഗബ്രിയേൽ ഒരു പ്രോബ്ലം ആയിട്ട് വരാണ്. അതായത് ഒരു അഡ്വഞ്ചറസ് ആയിട്ട് ലൈഫിനെ കാണുക, അല്ലെങ്കിൽ എപ്പോഴും അഡ്വഞ്ചറസ് ലൈഫിൽ വേണമെന്ന് ആഗ്രഹിക്കുക ഓപ്പോസിറ്റ് ആയിട്ടുള്ള വ്യക്തി. അതല്ലെങ്കിൽ എന്തിട്ടാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റിയിൽ നിങ്ങൾ അത് ചെയ്യണം, ഇത് ചെയ്യണം, കൂടുതൽ ചെയ്യണം, ഇങ്ങനെ വണ്ടർ ആവണം, അങ്ങനെ ചെയ്യണം, പുതിയ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനെ ഏത് സമയം അതിനൊരു ഇത് പറയില്ല, ചെവിട്ടില് പോയ പുഴുന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സംഭവമില്ലേ മലയാളത്തില് എന്ന് പറഞ്ഞ മാതിരി ഏത് സമയം ഇൻസ്പിറേഷൻ നല്ലതാണ്. പക്ഷെ അത് ഇൻസ്പിറേഷൻ വിത്ത് ഒരു ബ്ലെയിമിങ് വരുമ്പോൾ അതൊരു പ്രോബ്ലമാണ്. അപ്പൊ ഇവിടെ ഗൈഡൻസ് പ്രോബ്ലം ആയപ്പം ഇവിടെ ഇൻസ്പിറേഷൻ ഒരു പ്രോബ്ലം ആയിട്ട് വരാണ് കാണാണ്. അതായത് അവര് തരുന്ന ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾ പ്രോബ്ലം ആയിട്ട് കണ്ടാൽ നിങ്ങൾക്കത് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ എന്തിനും ഏതിനും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ പെർഫെക്ഷൻ വേണമെന്ന് നിങ്ങളുടെ ആൾ ആഗ്രഹിക്കുന്നത് ഒരു വലിയ റീസൺ ആയിട്ട് വരാണ്. അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ദീർഘമായിട്ട് പഠിച്ചിട്ടാണോ നീ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ നീ അങ്ങനെ പറയില്ലേ. അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് മണ്ടത്തരം ചെയ്യാണ്ട് ഈ വക കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ആലോചിച്ച് പഠിച്ച് പോയി ലൈബ്രറിയിൽ പോയി പഠിച്ച് അത് ചെയ്ത് അക്കാദമിക് നോളജ് കിട്ടിയിട്ടൊക്കെ ചെയ്യുക എന്ന് പറയുന്ന ഒരു തരം ഫോഴ്സിങ് ഓഫ് ടേക്കിംഗ് നോളജ്, അതൊരു പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട്. പിന്നെ 9 ഓഫ് ഏരിയൽ, അതായത് ഈ പറയുന്ന വ്യക്തിക്ക് നിങ്ങളെപ്പോഴും ഡ്രീംസ് ഫുൾഫിൽ ചെയ്യണം, അതല്ലെങ്കിൽ ഡ്രീംസിൽ ഹയർ ഡ്രീംസ് വേണം ജീവിതത്തിൽ, അത് ഫുൾഫിൽ ചെയ്യണം, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. സക്സസ് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും മറ്റു വ്യക്തിക്ക്. നിങ്ങൾ സക്സസ് ആവണമെന്ന് ആദ്യമായിട്ട് ആഗ്രഹം ഉണ്ടാവാം. അതൊരു കോൺഫ്ലിക്റ്റ് ആയിട്ട് വരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് സക്സസ് വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്കത് കിട്ടില്ലേ എന്നുള്ള സംശയം വരും. അതല്ല ഒരു കോൺഫ്ലിക്റ്റ് വരും. അത് എന്നെ നിർബന്ധിക്കേണ്ട, അക്കോർഡിംഗ് ടു അത് വരുന്ന സമയത്ത് വരട്ടെ എന്ന് നിങ്ങൾ പറയുന്നത് അതൊരു തരത്തിൽ ഈ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് സ്ട്രെങ്ത് കാർഡാണ്. സ്ട്രെങ്ത് കാർഡ് വളരെ നല്ല കാർഡാണ്. ഇപ്പൊ 9 ഓഫ് ഏരിയയിലും വളരെ നല്ല. പക്ഷെ ഇത് കോൺഫ്ലിക്ട്സിന്റെ റീസൺ ആയിട്ട് വരുമ്പോൾ ഇവിടെ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി നിങ്ങൾ ചിന്തിക്കണം, മറ്റേ വ്യക്തി നിങ്ങളെ
ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്യാണ്, സ്ട്രെങ്ത്തിൽ അല്ലെങ്കിൽ സ്ട്രെങ്ത് നേടാനായിട്ട് പുഷ് ചെയ്യണം. നിങ്ങൾ വീക്കായിരിക്കാം, അപ്പോൾ സ്ട്രെങ്ത് വേണമെന്ന് പറഞ്ഞ് പുഷ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓവറായിട്ട് നിങ്ങൾ ആള് ഡോമിനേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. ഇതിലേതെങ്കിലും ഒരു റീസൺ നിങ്ങൾക്ക് ഉണ്ടാകും. ഇനി ഇതിനകത്ത് ലവേഴ്സ് വളരെ ബ്യൂട്ടിഫുൾ കാർഡ് ഫോർ ലവേഴ്സ് അങ്ങനെയാണ്. പക്ഷെ ഇതിൽ അതൊരു റീസൺ ആയിട്ട് വരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ലവേഴ്സ് ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം ഇതാണെന്നുള്ളൊരു തോന്നൽ മറ്റേ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്കുള്ള കമ്മിറ്റ്മെന്റ് നിങ്ങൾ ഈ പറയുന്ന വ്യക്തി തന്നിട്ടുണ്ടാവില്ല. അതൊരു കോൺഫ്ലിക്ട്സിന് റീകമ്മിറ്റ്മെന്റ് വരാത്തതിൻ്റെ ഒരു കോൺഫ്ലിക്ട്സ് ഉണ്ട്. പിന്നെ പേജ് ഓഫ് റഫേൽ, ഓക്കെ, അതായത് പേജ് ഓഫ് പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ പുതിയതായിട്ട് വരുന്നതിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക മറ്റു വ്യക്തിക്ക്. ഇപ്പം നിങ്ങൾ പുതിയൊരു കാര്യം ചെയ്യാൻ പോകണം, അതിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടികൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഗ്യാതറിങ്സിനൊക്കെ നിങ്ങൾ പോകുന്നതിൽ താല്പര്യമില്ലാതിരിക്കുക, ഒരു ഇമോഷണൽ ഇംബാലൻസ് വരിക, അങ്ങനത്തെ ഒരു കാര്യമൊക്കെയാണ്. അല്ലെങ്കിൽ ഞാൻ അതിന് ഈ പറയുന്ന വ്യക്തിക്ക് തോന്നുന്നുണ്ടാവും ഞാൻ അതിന് പോരാ, അതൊരു റീസൺ ആയിട്ടും വരുന്നുണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങളുടെ റീസൺ കഴിഞ്ഞു. ഇനി വാട്ട് ഈസ് ദ റീസൺ ഫോർ യുവർ പേഴ്സൺ ടുവേർഡ്സ് യു? ഓക്കെ, അതെന്താണെന്ന് നോക്കിയാൽ ഇവിടെ ക്വീൻ ഓഫ് വോൺസ് റിവേഴ്സ് ആണ്. അതായത് നിങ്ങളുടെ ധൈര്യം എന്തെങ്കിലും കാര്യം ചെയ്യാനുള്ള ധൈര്യക്കുറവ് അല്ലെങ്കിൽ കാപ്പബിലിറ്റി കുറവ് എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നത് ഒരു പ്രോബ്ലം ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഈ ധൈര്യക്കുറവുണ്ടെങ്കിലും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന പ്രശ്നവും ഈ വ്യക്തിനെ കാര്യമായിട്ട് കോൺഫ്ലിക്ട്സിനെ ബാധിക്കുന്നുണ്ട്. കാരണം ഭയങ്കര കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുക, ഒരു ടാക്ടിക്സ് ഇല്ലാതെ സംസാരിക്കുക, ന്യൂട്രൽ അല്ലാതെ സംസാരിക്കുക, പിന്നെ എന്ന് പറഞ്ഞാൽ ഏത് സമയം ലോജിക്കും പ്രാക്ടിക്കലായിട്ടും മാത്രം ചിന്തിക്കുക. ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണ് ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരവസ്ഥ, അതായത് പണപരമായ വിഷയങ്ങളിൽ സാമ്പത്തികമായിട്ട് ഫിനാൻസിൽ അത്ര നിങ്ങളുടെ ഒരു ഡ്രീമറായിട്ട് നിൽക്കുകയാണ്, നിങ്ങൾ പ്രാക്ടിക്കലായിട്ടൊന്നും ചിന്തിക്കുന്നില്ല. അതായത് ഫിനാൻഷ്യലി നമുക്കൊരു ഗ്രോ വേണം എന്നൊന്നും ചിന്തിച്ചൊരു സ്റ്റെപ്പ് എടുക്കാത്തത് ഈ വ്യക്തിയുടെ മനസ്സിനെ ബാധിക്കുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ആയിട്ട് വരും. സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരുന്ന ഒരു സംഭവമാണ്. അതായത് വീണ്ടും ഒരു വീല് വരികയാണ്, ഞങ്ങൾ തമ്മിൽ തന്നെ ഉള്ള റിലേഷൻഷിപ്പ് തുടരൂ എന്ന് വിചാരിച്ചിട്ട് മനസ്സിൽ കോൺഫ്ലിക്ട്സ് വന്നിട്ട് അത് വരാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വരാൻ വേണ്ടി വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കോൺഫ്ലിക്ട്സ് വരും. രണ്ട് രീതിയിൽ വീൽ ഓഫ് ഫോർച്യൂൺ വരുമ്പോൾ വരാം. ഒന്നില്ലെങ്കിൽ വീൽ ഓഫ് ഫോർച്യൂൺ ആയിട്ട് നിങ്ങൾ വീണ്ടും വരാതിരിക്കാൻ, അല്ലെങ്കിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്കറിയാം നിങ്ങളുടെ സിറ്റുവേഷൻ, അതിലേതെങ്കിലും ഒരു കോൺഫ്ലിക്ട്സ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവാം. പിന്നെ നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആയതിനെ നഷ്ടപ്പെട്ടിട്ടുള്ള ഗ്രീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കുറ്റബോധം അല്ലെങ്കിൽ റിഗ്രറ്റ് അല്ലെങ്കിൽ ലോസ്റ്റ് ഫീലിംഗിൽ നിന്നുണ്ടാവുന്ന കോൺഫ്ലിക്ട്സ് ഈ വ്യക്തിക്ക് ഉണ്ടാവും. ഇത് എനിക്ക് തോന്നുന്നു ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് തോന്നുന്നു. പിന്നെ ഫ്രണ്ട്ഷിപ്പ്, കൊളാബറേഷൻസ്, പാർട്ട്ണർഷിപ്സ്, ഇതൊക്കെ ഒരു പ്രോബ്ലം ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സോ അങ്ങനെയൊക്കെയുള്ള കുറേ പ്രോബ്ലംസ് ഇതിനകത്തൊരു പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നിങ്ങളിങ്ങനെ കെട്ടപ്പെട്ട് നിൽക്കുകയാണ്, അതായത് ഒരു ഫ്രണ്ടിലേക്ക് ഒരു സ്റ്റെപ്പ് എടുക്കുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുടെ കൂടെ നിങ്ങൾ പോകുന്നു. അതിൽ നിന്ന് ഫ്രീ ആവാൻ ശ്രമിച്ച് എന്ത് സിറ്റുവേഷൻ ആയിരുന്നു അതോട് ഫ്രീ ആവാൻ ശ്രമിക്കാത്തത് ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ ക്യാരക്ടർ, ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടർ, അതല്ലെങ്കിൽ ഏത് സമയവും എനിക്ക് മുന്നിൽ എത്തണം, എക്സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടർ, സെൻറ്റർ പോയിന്റ് ആവണമെന്നുള്ള ഒരു ക്യാരക്ടർ, അങ്ങനെയൊക്കെ വരുന്നത് ഈ വ്യക്തിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം വിമിഷ്ടം ഉണ്ടാകുന്നുണ്ടാവാം. പിന്നെ ഡബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഡബിൾ എന്നല്ല അതിൻ്റെ അർത്ഥം. ഡബിൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പണം ഉണ്ടാക്കാനുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ഒരുപക്ഷെ ഈ വ്യക്തിക്ക് കോൺഫ്ലിക്ട്സിൽ വ്യക്തിക്ക് കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കാം. മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കൂടുതൽ ചിന്തിക്കുന്നതും ഫിസിക്കലായിട്ട് കൂടുതൽ ചിന്തിക്കുന്നതും ഒക്കെ ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലംസ് ഈ വ്യക്തിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഇതൊരു സിമ്പിളായിട്ട് ഈ കാർഡ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ ഒരു മണിക്കൂർ കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നിങ്ങളെ പിടിച്ചു വെക്കുന്ന അല്ലെങ്കിൽ ഇവരെ പിടിച്ചു വെക്കുന്ന ഒരു എനർജി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് ചിന്തിച്ച്
അതൊരു കോൺഫ്ലിക്ട്സ് ഉണ്ടാകും. അതായത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു, ഫീൽ ഓഫ് ഫോർച്യൂണിൻ്റെ കാര്യം പറഞ്ഞ മാതിരി. പിന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞോ എന്ന് ആലോചിച്ചിട്ടുള്ള ഉണ്ടാക്കുന്ന കോൺഫ്ലിക്ട്സ്, തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കോൺഫ്ലിക്ട്സ്. പിന്നെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള നിങ്ങളുടെ ബിഹേവിയർ, ചില കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ടാവില്ല. ആ തുറന്നു പറയാത്ത ചില അതൊരു വലിയ ഇഷ്യൂ ആണ്. കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത്, കറക്റ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരണം. അതുപോലെ തുറന്നു പറയാത്തൊരവസ്ഥ നിങ്ങൾക്കുണ്ടെന്ന് ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് പരിഹരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ കാർഡിൻ്റെ നിങ്ങളുടെ രണ്ടുപേരുടെയും എന്താണ് കോൺഫ്ലിക്ട്സിനുള്ള റീസൺസ് നമ്മൾ ഇപ്പം കണ്ടത് പൊതുവെ. ഓക്കെ, ഇനി നമുക്ക് അതിനൊരു യൂണിവേഴ്സൽ സൊല്യൂഷൻ എന്താണെന്ന് കാണാം. അതിന് മുമ്പ് ഞാൻ ഈ കാർഡ് ഒന്ന് എടുത്തു വയ്ക്കട്ടെ കേട്ടോ. യൂണിവേഴ്സൽ സൊല്യൂഷൻ എന്താണ്? പാൽ നമ്പർ 2ന്റെ യൂണിവേഴ്സൽ സൊല്യൂഷൻ. ടു മെനി, എനിക്ക് അത് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷെ കമന്ന് കിടക്കുന്നത് അങ്ങനെ തന്നെ ഞാൻ തിരിച്ചു വയ്ക്കുകയാണ്. ഓക്കെ, ഒരു യാത്ര. ഓക്കെ, ഞാൻ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഒരുപാടാവും അതല്ലെങ്കിൽ വീഡിയോ, അതുകൊണ്ടാണ്. ഓക്കെ, ഇതിനകത്ത് വേണ്ടത് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹോൾനെസ് എന്ന് പറയുന്ന സൊല്യൂഷനാണ്. എന്താണ് ഹോൾനെസ്? നിങ്ങൾ രണ്ടുപേരും ഒന്നാണ് എന്ന് ചിന്തിച്ച് മുന്നിലേക്ക് പോകാനുള്ള കോമൺ സെൻസ് കാണിക്കുക. 2, ഡിറ്റർമിനേഷൻ. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബന്ധം സ്ഥാപിതമാണ്, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് പോകും എന്ന് ഉള്ള ഒരു ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ബോത്ത് ഓഫ് യു വേണം എന്നുള്ളതാണ് പറയുന്നത്. അതില്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു ഡ്രൈവിന് പോകാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യാൻ ശ്രമിക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് അവിടേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഫിസിക്കൽ മൂവോ അല്ലെങ്കിൽ ലിറ്ററലി മനസ്സിൻ്റെ മൂവോ ആയിക്കാം, ഒരു ഡ്രൈവ്, അത്രയാണ് അത് ഉദ്ദേശിക്കുന്നത്. ഒരു കപ്പ് കോഫി കുടിക്കാനുള്ള ഡ്രൈവ് ആയാലും ആ ഡ്രൈവാണ്, അതൊരു കോംപ്രമൈസ് ആണ്, മീൻസ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. പുതിയൊരു ബിഗിനിങ് ഉണ്ട്. അപ്പം നിങ്ങൾ ഓൾറെഡി സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിനകത്തൊരു പുതിയ ബിഗിനിങ് വരാണ്, ഫ്രഷ് ബിഗിനിങ് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് സൊല്യൂഷനിൽ പറയുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബ്ലെസ്സിങ്സ് ഉണ്ട്. എന്ത് ചെയ്താൽ ഈ ഹോൾനെസ്, ഡിറ്റർമിനേഷൻ, പിന്നെ നിങ്ങൾ സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കുന്ന ഒരവസ്ഥ, അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ കെയറിങ് ഈച്ച് അതർ, നർച്ചർ ഈച്ച് അതർ. ഇതൊരു പെണ്ണായിക്കോളം നിർബന്ധമൊന്നുമില്ല ഈ നർച്ചറിങ് കെയറിങ് ഒന്നും ചെയ്യുന്നത്. അത് ബോത്ത് ഓഫ് ദം ഹാവ് ദ സെയിം എബിലിറ്റി ടു ഡു ദാറ്റ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഓക്കെ, അങ്ങനത്തെ ഒരു കെയറിങ് നർച്ചറിങ് അറ്റ്മോസ്ഫിയർ നിങ്ങളുടെ ഇടയിലേക്ക് വരണം. പിന്നെ നിങ്ങൾ കുട്ടികളില്ലാത്തവരാണെങ്കിൽ അങ്ങനെ ഒന്ന് ചിന്തിക്കുന്നതും നല്ലതാണ് എന്ന് ഇതിനകത്ത് കാണിക്കുന്നു. ഇനി ദമ്പതികളാണ് ഇത് കാണുന്നതെങ്കിൽ ഓക്കെ, അല്ലാത്തവരുടെ കാര്യം അല്ലാട്ടോ ഞാൻ പറഞ്ഞത്. ഇനി കറേജ് വേണം. എന്ത് കാര്യത്തിന് പോയാലും നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു കറേജ് വേണം. ഇത് നടക്കും എന്നുള്ളൊരു പ്രതീക്ഷയല്ല, നടന്നിരിക്കും എന്നുള്ള ഉറപ്പാണ് വേണ്ടത്. ഓക്കെ, അപ്പം അതിനുള്ള ബ്ലെസ്സിങ്സ് ഉണ്ട്. ആ ഒരു ബ്ലെസ്സിങ്ങിലേക്കുള്ള എൻലൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിലേക്കുള്ള ഒരു ഉയർച്ച, ഈ ഒരു സംഭവങ്ങളൊക്കെ വന്ന് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് കിട്ടി, നിങ്ങൾ ഇത്തിരി കൂടിയും ഒരു ഫ്രീഡം ഓഫ് തോട്ടും ഫ്രീഡം ഓഫ് ഇത് നിങ്ങളുടെ വിതിൻ യുവർ റിലേഷൻഷിപ്പിൽ വരണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നം, അതായത് കൂടുതൽ ഡെസ്പോ ആവരുത്, കൂടുതൽ ഹാപ്പിനെസ് ആവരുത്. അതൊരു മെയിൻറ്റെയിൻ ചെയ്ത് ന്യൂട്രലായിട്ട് അങ്ങനെ ഒരു ലിബറൽ മൈൻഡിലേക്ക് കൂടുതലായിട്ട് വന്ന് ഒരു കോമൺ സെൻസിലേക്ക് വിത്ത് ഹോൾനെസ് എന്നൊരു അറ്റ്മോസ്ഫിയറിലേക്ക് വരണം എന്ന് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഫയൽ നമ്പർ 2ന്റെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നൗ ഐ ആം ഗോയിങ് ടു ഫയൽ നമ്പർ 3. അപ്പോൾ ഫയൽ നമ്പർ 3 ഞാൻ നേരത്തെ വ്യത്യസ്തമല്ല. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ആളോടുള്ള നിങ്ങളുടെ കോൺഫ്ലിക്ട്സിൻ്റെ കാരണങ്ങൾ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അതാണ് ഇപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്താണ് നിങ്ങളുടെ ആൾക്ക് നിങ്ങളോടുള്ള കോൺഫ്ലിക്ട്സിൻ്റെ കാരണങ്ങൾ, റീസൺസ് ഫോർ യുവർ കോൺഫ്ലിക്ട്സ്. ഓക്കെ, അതെന്നാണ് ഫയൽ നമ്പർ 3യുടെ. പിന്നെ ഇതൊരു കോമൺ റീഡിംഗ് ആണ്. കുറേ അധികം കാരണങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. മനസ്സിലായോ? പേഴ്സണൽ റീഡിംഗ് ഒന്നുമല്ല ഇത്.
കാരണം ഞാൻ ചില സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ മുന്നിൽ ആൾക്കാർ വരുമ്പം കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ നമ്മുടെ കൺമുമ്പിൽ ഇരുന്ന് കരയുന്ന അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്കറിയാം ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കര വേദനാജനകമായിട്ടുള്ള സംഭവം. അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വേദന തന്നെയാണ്. അപ്പം അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. നഷ്ടപ്പെടുന്നതും കിട്ടുന്നതും കിട്ടിയിട്ട് അത് നിലനിർത്തുന്നതും ഒക്കെ വേദനയാണ്. മനസ്സിലായോ? ഒരു നിലനിർത്തി കൊണ്ടുപോകുന്നത് ഒരു വലിയ പണി തന്നെയാണെന്ന്. ഓക്കെ, അപ്പോൾ ഫയൽ നമ്പർ 3യുടെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരുപാട് കാരണങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്നും കൂടി ഷഫിൾ ചെയ്യണം, കാരണം ഇപ്പം തന്നെ വീഡിയോ ഒരുപാട് ദീർഘമായി. കാരണം നിങ്ങൾക്കത് കറക്റ്റായിട്ട് എനിക്ക് കാർഡിൻ്റെ ഒരു വെറുതെ അർത്ഥം പറഞ്ഞു തരാനാണെങ്കിൽ ഈസി ആയിട്ട് എനിക്ക് പറ്റും. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഇതിനകത്ത് നല്ല പക്വമായിട്ടുള്ള വിശകലനം ചെയ്യാനായിട്ടുള്ള ഇത് വേണം. അതല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ ആയിപ്പോവും. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, സ്റ്റിൽ ഇറ്റ് ഈസ് കമ്മിങ് ടു മച്ച്. സോ ഒരുപാട് കാരണങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക്. ഓക്കെ, ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ ഫയൽ നമ്പർ 3 for your person. സണ്ണല്ല അവിടെ ഒരു പ്രശ്നമുള്ള കർത്ത ദൈവമേ. ഓക്കെ, അപ്പം ഞാൻ ഫയൽ നമ്പർ 3യുടെ ഒരുപാട് കാർഡ് ഇതുപോലെ വരുന്നുണ്ട്. കാരണം ഒരുപാട് എനർജീസ് ഉണ്ടാവുമല്ലോ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ വരുമ്പോൾ നമുക്ക് ഒരു വീഡിയോയിലൊന്നും തീരത്തില്ല. അതുകൊണ്ടാണ്. ഇവിടെ ബോത്ത് സൈഡ് ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ട്. അതാണ്. ഓക്കെ ഓക്കെ ഓക്കെ, മൈ ഗുഡ്നസ്, ടു മെനി കാർഡ്സ്. ഓക്കെ, ഇത് വലിയൊരു പ്രശ്നമാണ് എനിക്ക്, നിങ്ങൾക്കല്ല എനിക്ക്. ഇത് മുഴുവൻ വിശദീകരിച്ച് തരണ്ടേ? അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കേ, അതുകൊണ്ടാണ്. ഓക്കെ, സിക്സ് ഓഫ് ഗബ്രിയൽ എന്ന് പറഞ്ഞാൽ വിക്ടറിയാണ്. 6 ഓഫ് ഗബ്രിയൽ എന്ന് പറഞ്ഞാൽ 6 ഓഫ് വാൻസ് ആണ്. ഈ കാർഡ് ശരിക്കും പറഞ്ഞാൽ വളരെ ഭംഗിയുള്ളൊരു കാർഡാണ്. പക്ഷെ ഇത് ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി എപ്പോഴും നിങ്ങളുടെ ഒരു സക്സസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. നീ അത് ചെയ്തിട്ട് ശരിയായില്ല, ഇത് ചെയ്തിട്ട് ശരിയായില്ല, സക്സസ് ചെയ്യണം, കോളേജിൽ പഠിപ്പ് ഇന്ന മാർക്ക് മേടിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ സക്സസ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വിധിൻ നിങ്ങളുടെ സക്സസ്സിൽ നിങ്ങൾക്കൊരു പ്രോബ്ലം ആയിട്ട് നിങ്ങളത് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഇതിൽ നിങ്ങൾ കോൺഫ്ലിക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇതിൽ ഏതെങ്കിലും രീതിയിൽ സക്സസ് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് വരികയാണ്. മനസ്സിലായോ? അതായത് ജീവിതത്തിൽ വിജയിക്കണം, ഏത് സമയത്തും വിജയിക്കണം, വിജയം വേണമെന്ന് വേറൊരാൾ ആഗ്രഹിക്കുകയാണ്. അപ്പം നിങ്ങൾക്കത് നടക്കുമോ എന്നറിയില്ലാത്തൊരവസ്ഥ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിൽ കോൺഫ്ലിക്ട്സ് വരാണ്. നിങ്ങൾക്കത് ശരിയാവുമോ എന്നുള്ളത് കോൺഫ്ലിക്ട്സ് നിങ്ങൾക്ക് വരാണ്. 10 ഓഫ് റഫേൽ, സോറി ഉറക്കത്തിൻ്റെയാണ്. 10 ഓഫ് റാഫേല് ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ 10 ഓഫ് കപ്സ് ഒരു പ്രോബ്ലം, ഹാപ്പി ഫാമിലി ഒരു പ്രോബ്ലം ആയിട്ട് വരാണെന്ന്. അതൊരു വല്ലാത്ത പ്രോബ്ലമാണ്. എന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ മറ്റേ ആള് സീരിയസ് ആയിട്ട് എടുക്കുന്നു, നിങ്ങൾ സീരിയസ് ആവില്ല. അല്ലെങ്കിൽ മറ്റേ ആള് ഭയങ്കര സീരിയസ് ആയിരിക്കും, നിങ്ങൾ സീരിയസ് അല്ല. അപ്പം അവർ ഫാമിലി വേണമെന്ന് ആഗ്രഹിക്കുന്നു, നിങ്ങളിപ്പോൾ വേണ്ടെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവർ വേണ്ടെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഈ ഹാപ്പി ഫാമിലി ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റെപ്പ് മറ്റേ വ്യക്തി എടുക്കുന്നുണ്ടാവില്ല. അതും ഒരു റീസണായിട്ട് കോൺഫ്ലിക്ട്സിൽ വരാം. ആവശ്യത്തിൽ കൂടുതലുള്ള പാഷൻ, ആവശ്യത്തിൽ കൂടുതലുള്ള അറ്റാച്ച്മെന്റ്, ആവശ്യത്തിൽ കൂടുതലുള്ള ഷോ ഓഫ്, ആവശ്യത്തിൽ കൂടുതലുള്ള എന്ന് വെച്ചാൽ കെയറിങ് കൂടുതലായാലും
പാഷൻ കൂടുതലായാലും ഒക്കെ പ്രശ്നമാണ്. കാരണം അവിടെ ഒരു സ്പേസ് കിട്ടില്ല. അങ്ങനത്തെ ഒരു സ്പേസ് കൊടുക്കാത്തതിൻ്റെ ഒരു പ്രശ്നം ആ ആള് കോൺഫ്ലിക്റ്റ് ചെയ്യുന്നതിലുണ്ട് എന്നാണ് കാണിക്കുന്നത്. മനസ്സിലായോ? 4 of മിഖായേൽ, അതായത് നിങ്ങളുടെ ചില ഇൻസൈറ്റ്സുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചില ഇൻഡ്യൂഷൻസ് നിങ്ങൾ ഈ ആളോട് പറയുന്നുണ്ടാവും. അത് കോൺഫ്ലിക്ട്സിന് കാരണമാവുന്നുണ്ടാവും. അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിക്ക് ചില ഇൻഡ്യൂഷൻസ് നിങ്ങളെക്കുറിച്ചുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫിനെ കുറിച്ചുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുണ്ടാവും. അത് വെച്ചിട്ട് പുള്ളി എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടാവും. അത് നിങ്ങളുടെ കോൺഫ്ലിക്ട്സിന് കാരണമാകുന്നുണ്ട്. ഓക്കെ, കിങ് ഓഫ് ഏരിയൽ, ഇതൊരു പ്രോബ്ലം ആയിട്ട് വരാണ്. ഇത് എല്ലാവർക്കും ആകാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊരു പ്രോബ്ലം ആയിട്ട് വരാണ്. കാരണം ഫിനാൻഷ്യൽ സക്സസ് വേണം, പ്രൊഫഷണൽ സക്സസ് വേണം, അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം നടക്കുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഒരാൾ ഇതിനകത്തുണ്ടോ? നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അതൊരു റീസൺ ആയിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി പെർസെപ്ഷൻ, അതൊരു വലിയ പ്രശ്നമാണ്. നിങ്ങൾ കാണുന്ന രീതിയിലായിരിക്കില്ല മറ്റേ വ്യക്തി കാണുന്നത്, മറ്റേ വ്യക്തി കാണുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾ ലൈഫിനെ കാണുന്നത്. ഇത് അതായത് രണ്ടും യിങ് ആൻഡ് യാങ്. ഇപ്പൊ ചൈനീസ് ഇതനുസരിച്ച് പറയുകയാണെങ്കിൽ 2 വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറോ വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികളോ ഉള്ള വ്യക്തികളായിരിക്കും. അപ്പൊ കോൺഫ്ലിക്ട്സ് സാധാരണയാണ്. ജസ്റ്റിസ്, നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഈ വ്യക്തിക്ക് തോന്നാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ജസ്റ്റിസ് ഉണ്ട്, അതുകൊണ്ട് നീ ചെയ്യുന്നതിൽ എവിടെയോ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് തോന്നുക. അല്ലെങ്കിൽ ജസ്റ്റിസ് എനിക്ക് വേണം, സോ നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ മുന്നോട്ട് തന്നെ പോകണം, സോ ജസ്റ്റിസ് എൻ്റെ ഭാഗത്താണ് എന്ന് നിങ്ങളുടെ വ്യക്തി ചിന്തിച്ചിട്ട് നിങ്ങൾ അതുപോലെ ഇവിടെ ജസ്റ്റിസ് ഉണ്ട്, ഈ വ്യക്തി അത് തന്നെ ചിന്തിക്കണം എന്ന് ആലോചിക്കണം. മിററാണ്. 7 of റാഫേൽ. 7 of റാഫേൽ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ ഡിസിഷൻ എടുക്കേണ്ട സമയം, പക്ഷെ ഡിസിഷൻ എടുക്കാനായിട്ട് മുതിരണില്ല. അതിൽ ആരോ ഒരു വ്യക്തി ഡിസിഷൻ എടുക്കാൻ തയ്യാറാവുന്നില്ല, അങ്ങനെ ലാഗ് ചെയ്ത് പോവാണ്. ഈ ലാഗിങ് മറ്റേ വ്യക്തിക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. മനസ്സിലായോ? ലാഗ് ചെയ്ത് സമയം കളയുന്നതിനും കറക്റ്റായിട്ടൊരു തീരുമാനം കമ്മിറ്റ്മെന്റ് പറയാത്തതിലും വളരെയധികം പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. 9 of മിഖായേൽ എന്ന് വെച്ചാൽ അൺനെസസറി വറീസ്, ചൈൽഡ് ലൈക്ക് എക്സ്പ്രഷൻ എന്നൊക്കെ ഞങ്ങൾ പറയും. അതായത് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത എന്തിനെ കുറിച്ചോ ചിന്തിച്ച് വറി ചെയ്യുക, അല്ലെങ്കിൽ വെറുതെ വറി ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു പ്രോബ്ലം ആയിട്ട് മാറാം. മനസ്സിലാവുന്നുണ്ടോ? വെറുതെ ആവശ്യമില്ലാതെ വറി ചെയ്ത് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തിട്ട് പ്രോബ്ലം ഉണ്ടാക്കുക, അത് തന്നെ ഒരു പ്രശ്നമാണ്. അങ്ങനെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നുണ്ടാവാം. നൈറ്റ് ഓഫ് മിഖായേൽ, അത് ഞാൻ നേരത്തെ കഴിഞ്ഞൊരു ഫയലിൽ കണ്ടത് തന്നെയാണ്. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം, പെട്ടെന്ന് എല്ലാം മൂവ് ചെയ്യണം, പെട്ടെന്ന് എനിക്ക് അത് നടക്കണം, പെട്ടെന്ന് എനിക്ക് ഇത് നടക്കണം, സോ ഐ വോണ്ട് ടു ഡു സംതിങ് ഫാസ്റ്റ്. അതാണ് ഈ ഒരു കാർഡിന്റെ ഒരു ഫലം. പിന്നെ ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് എന്താണെന്ന്, സോറി ട്ടാ, കാരണം ഞാൻ ഇടയ്ക്ക് കൂട്ടുവായിടും. അങ്ങനെ എന്തെങ്കിലും കൂട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഇത് ഭയങ്കര, എനിക്കും അറിയാം ഭയങ്കര മോശമാണ്. പക്ഷെ അതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് രാത്രി 11 മണി വരെ ചില സമയത്ത് അതിൽ കൂടുതൽ സമയം ഞാൻ ഓൺലൈനിൽ സൈക്കിക് റീഡിങ്ങിന് ഇരിക്കുന്നുണ്ട്. ആൾക്കാർ വിളിക്ക് കുറവാണ്, പക്ഷേ എന്നാലും നമ്മൾ ഇരിക്കണം. അപ്പം ഞാൻ ഉണർന്നിരിക്കണം. വെളുപ്പിനാണെങ്കിൽ 4:30 എനിക്കും. അപ്പം ഉറക്കം കുറവാണ്. അപ്പം ചില സമയത്ത് അങ്ങനെ വന്നു പോകുന്നതാണ്. ചില സമയത്ത് 1-2 ചായ കുടിച്ചാലും ശരിയാവില്ല. അതുകൊണ്ടാണ് ഇത് കഴിയുമ്പോൾ ഞാൻ പോയി ഒന്ന് നോക്കി കഴിയും ഒന്നും കൂടി തന്നെ, പക്ഷെ അതിൻ്റെ ഇടയിൽ പോകാൻ പറ്റില്ല. ഓക്കെ, സൺ കാർഡ്, അതായത് നിങ്ങൾ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടെന്നോ, നിങ്ങളുടെ കൂടുതൽ സക്സസ് ഓറിയൻറ്റഡ് ആണെന്നോ, അതല്ലെങ്കിൽ എന്താ പറയുക ഈഗോയിസ്റ്റിക് ആണെന്നോ, അതല്ലെങ്കിൽ ഭയങ്കര നല്ല ഫാമിലിയിൽ നിന്ന് വന്നതിൻ്റെ ഷോഫ് ഉണ്ടെന്നൊക്കെ ചിന്തിക്കുന്ന ഇതിലേതെങ്കിലും ഒന്ന് ചിന്തിക്കുന്ന. പിന്നെ ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആണ് മറ്റേ വ്യക്തി എന്ന് ചിന്തിച്ച് അതിനെ കോൺഫ്ലിക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഭയങ്കര മെറ്റീരിയലിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഫിസിക്കലി കൂടുതൽ ചിന്തിക്കുന്നു, ഫൈനാൻസിനെ കുറിച്ച് കുറേ ചിന്തിക്കുന്നു, പണത്തെക്കുറിച്ച്, അങ്ങനെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഉള്ള കൂടുതലായിട്ടുള്ള ചിന്തകളും. ഇവിടെ കിങ് ഓഫ് വാണ്ട്സ് എഗെയിൻ, ഇത് പാഷനാണ്. അതായത് പാഷൻ കൂടിയാലും പ്രശ്നമെന്ന് പറയില്ലേ, പാഷൻ വേണം. പാഷൻ വന്നിട്ട് അതൊരു
വേലിക്കെട്ടായി കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പം അങ്ങനത്തെ ഒരു പ്രോബ്ലം ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ. പിന്നെ അത് കൂടാതെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഈഗോ, ഇത് തന്നെയാണ് ഈ സൺ കാർഡിൽ വരുന്നതിൻ്റെ വേറൊരു വശമാണ്. അങ്ങനെ വരുന്നുണ്ടോ, പിന്നെ എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ നിങ്ങൾ എന്നൊക്കെ ഈ വ്യക്തിക്ക് ഒരു പ്രോബ്ലം റീസൺ ആയിട്ട് വരുന്നുണ്ട്. ജസ്റ്റിസ്, അതായത് എൻ്റെ ഭാഗത്ത് ശരിയുണ്ട്, നിന്റെ ഭാഗത്ത് ശരിയുണ്ട്, ഇത് തന്നെയാണ് ജസ്റ്റിസിൽ ഇവിടെ നമ്മൾ കണ്ടത്. ജസ്റ്റിസ് ഒരു പ്രോബ്ലം ആയിട്ട് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്താണ് ശരി, നീതി, അതുകൊണ്ട് നീ ഒരു സ്റ്റെപ്പ് എടുക്കണം, അത് പറഞ്ഞൊരു വഴക്ക് മനസ്സിലാവുന്നുണ്ടോ, അവിടെയും വഴക്കുന്നുണ്ട്. പിന്നെ ഏസ് ഓഫ് കപ്സ് ഒരു പ്രോബ്ലം ആയിട്ട്, ഏസ് ഓഫ് കപ്സ് ഈസ് ദ വണ്ടർഫുൾ കാർഡ്, ബട്ട് അതൊരു പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ തന്ന സ്നേഹം എനിക്ക് പോരാ, എനിക്ക് കിട്ടിയ സ്നേഹം പോരാ, സ്നേഹത്തിന് അളവ് ശരിയല്ല, ആ ഇമോഷൻ ശരിയല്ല, എന്നോട് കൂടുതൽ ഇമോഷണൽ ആവണം, എന്നോട് കൂടുതൽ സ്നേഹം കാണിക്കണം, ഇതൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നം. പുതിയൊരു തുടക്കം തുടങ്ങണം, നീ തുടങ്ങാൻ തയ്യാറല്ല, ഇത് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ ഫിയർ, എന്താവും, എങ്ങനെയാവും, നീ എന്ത് എൻ്റെ ലൈഫിൽ ചെയ്യും, അല്ലെങ്കിൽ ഈ ഫിയർ പല കാരണങ്ങൾ കൊണ്ട് വരാം. ഇങ്ങനെ ഒരു ഗോസ്റ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ മറ്റേ വ്യക്തി ഒരു പക്ഷേ എന്താ പറയാ, ഒന്നിനെയും ബ്ലെയിം ചെയ്യുന്നോണ്ട് വരാം എപ്പോഴെപ്പോഴും, അതല്ലെങ്കിൽ ഓവർ ഡോമിനേറ്റിംഗ് ആയിട്ട് വരാം ഈ ഒരു ഭയം, അതല്ലെങ്കിൽ പെട്ടുപോയി ഇനി രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭയം വരാം, അതല്ലെങ്കിൽ ഈ ഭയം എന്ന് പറഞ്ഞാൽ പേടിപ്പിച്ച് നിർത്തണ്ടാവും ഭയങ്കരമായിട്ട്. അതിനെന്താ പറയുക, ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു പാമ്പിൻ്റെ സ്വഭാവം എന്നൊക്കെ പറയില്ലേ, വന്നു വന്നില്ല ഇങ്ങനെ കാണിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. അതായത് പേടിപ്പിച്ച് നിർത്തുക, ഭീഷണിപ്പെടുത്തുക, അതാണ് എനിക്ക് പറയാൻ കിട്ടിയില്ല, സോറി. ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. അപ്പം അത് എന്താവും, എങ്ങനെയാവും, ഇത് ശരിയാവില്ല, രാത്രികളിൽ ഉറക്കമില്ലാണ്ട് കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ അഴിച്ചിട്ടുള്ളൊരു പ്രോബ്ലം ഉണ്ട്. അതൊരു വല്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല കൗൺസിലറെ പോയി കാണുക, അതല്ലെങ്കിൽ നല്ല വിവരമുള്ള ഒരാളുടെ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുക. അതൊരു വല്ലാത്ത പ്രശ്നമാണ് കേട്ടോ. പെട്ടുപോയെന്നുള്ളൊരു തോന്നലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം. ടെമ്പറൻസ്, പേഷ്യൻസ് ഒരു പ്രശ്നമായിട്ട് വരുന്നത്, അതായത് ഒരുപാട് പേഷ്യൻസ് ആണ് മറ്റേയാൾ, ഒരു സ്റ്റെപ്പ് എടുക്കുന്നില്ല, അതൊരു പ്രശ്നമായിട്ട് വരാം. അല്ലെങ്കിൽ പേഷ്യൻസ് ഇല്ല എന്ന് ചിന്തിച്ചിട്ട് ഒരു പ്രശ്നം വരാം. അതായത് രണ്ട് രീതിയിൽ പേഷ്യൻസ്, അല്ലെങ്കിൽ ഒരു പുതിയൊരു ഉണർവ്, ഒരു പ്രോബ്ലം ആവാം. അതായത് ഒന്നില്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ആ പേഷ്യൻസ് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് പേഷ്യൻസ് ആയിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥ. അതായത് സമയമുണ്ടെന്ന് പറയുന്ന വരെയില്ലേ, ടൈം ലാഗ് ചെയ്യുക, അങ്ങനത്തെ ഒരു ഇത്. പിന്നെ ഹാർഡ് വർക്കിംഗ് അല്ലാത്തതിന്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കാര്യമായിട്ടുള്ള എഫേർട്ട് എടുക്കുന്നില്ല എന്ന് ചിന്തിച്ചിട്ട് ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവാം. അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മറ്റേ വ്യക്തിക്ക് തോന്നുന്നുണ്ടാവും. അതല്ലെങ്കിൽ ജോലി ഇല്ലാത്ത ഒരവസ്ഥ ഒരു വലിയ പ്രശ്നമായിട്ട് വരുന്നുണ്ടാവും. അതിൻ്റെ പേരിലുള്ള ഡിപ്രഷൻ മൂലം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ടാവും. അപ്പം 8 ഓഫ് കോയിൻസ് ഒരു റിവേഴ്സ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒരു പ്രോബ്ലം ആയിട്ട് വരികയാണെങ്കിൽ ജോലി ഒരു പ്രശ്നമാവാം, അല്ലെങ്കിൽ പണം ഒരു പ്രശ്നമാകാം, അതല്ലെങ്കിൽ ഓവറായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു പ്രശ്നം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു വലിയ പ്രശ്നമായിട്ട് വരുന്നുണ്ടാവാം. അതിനെങ്ങനെ എന്ത് ചെയ്യണം നമുക്ക് നോക്കാം. ഇനി 2 ഓഫ് wands, അതായത് ഒരു ഡയറക്ഷൻ ലോസ്, അതായത് ചിലപ്പോൾ ഓപ്ഷൻസ് ഉണ്ടാവാം, അതല്ലെങ്കിൽ ഡയറക്ഷൻ ലോസ് ഉണ്ടാവാം. അതായത് ഏത് ഡയറക്ഷനിൽ പോകണം, എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഉള്ള നിങ്ങളുടെ പെരുമാറ്റമോ, അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിയുടെ തന്നെയുള്ള ഇന്റേണൽ കോൺഫ്ലിക്ട്സോ ഇതിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും. ചിലപ്പോൾ വീട്ടുകാർ ഒരു അഭിപ്രായം പറയുന്നുണ്ടാവും, നാട്ടുകാർ വേറെ അഭിപ്രായം പറയുന്നുണ്ടാവും, കൂട്ടുകാർ വേറെ അഭിപ്രായം പറയുന്നുണ്ടാവും, അതല്ലെങ്കിൽ വേറൊരു വ്യക്തി ഇതിനകത്തുണ്ടാവും. ഇങ്ങനെ പല രീതിയിലുള്ള അക്കോർഡിംഗ് ടു യുവർ സിറ്റുവേഷൻ. ഓക്കെ, ഞാനൊരു മാന്ത്രികയല്ല, ഇവിടെ ഇരുന്നിട്ട് ചിന്തിച്ചിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻ കണ്ടിട്ട് ഇതിങ്ങനെയാണ് ഓരോരുത്തരോടും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ 4 ഓഫ് swords, ഡെത്ത് പൊസിഷൻ എന്നല്ല, ഇത് ഒരു റിലാക്സേഷൻ നിങ്ങൾക്ക് ആവശ്യമാണ്. ഈ എപ്പോഴും റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഈ മനുഷ്യന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് തോന്നുന്നുണ്ട്. എപ്പോഴും റിലാക്സ്ഡ് ആണ്, സീരിയസ് അല്ല, എപ്പോഴും ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ പോലെ. അതായത് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഫ്രണ്ടിലേക്ക് ചെയ്യുന്നില്ല, ഏത് സമയം ഇങ്ങനെ തുങ്ങി മാറി ഇരിക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ചാരിയറ്റ് ഒരു പ്രശ്നം, ഏത് സമയം, അതായത്
ചാരിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്നോടുള്ള സ്നേഹം മൂലം നീ എന്നെ കാണാൻ വരുന്നില്ല, അല്ലെങ്കിൽ സന്ദർശിക്കാൻ പോകുന്നില്ല, ഒരാൾ വേറൊരാളെ കാണാൻ വരുന്നില്ല, അല്ലെങ്കിൽ മറ്റേ ആൾ കാണാൻ പോകുന്നില്ല. ഇതൊക്കെ ഒരു പ്രശ്നമായിട്ട് വരിക, മനസ്സിലായോ? അല്ലെങ്കിൽ കറക്റ്റ് സമയത്തിന് വരുന്നില്ല, ട്രാവലിംഗ് ഒരു ഇഷ്യൂ ആയിട്ട് വരിക, മനസ്സിലായോ? അങ്ങനത്തെ ഒരു ഇഷ്യൂവും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലത്തിന് ഇൻക്രീസ് ചെയ്യിക്കുന്നുണ്ട് എന്നാണ് ഇതിനകത്ത് ഞാൻ കണ്ടത്. അതനുസരിച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ കറക്റ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രോബ്ലംസ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് വേണമെങ്കിൽ ഇതൊരു 10 വീഡിയോ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം, എന്നിട്ട് കുറേശ്ശെ നിങ്ങൾക്ക് ഇട്ട് തരാം, എന്നിട്ട് കുറേ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത്, അങ്ങനെ കാര്യമില്ല. ഇതിനകത്തൊരു നിങ്ങൾക്ക് ഉപകാരത്തിൽ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ചെയ്യുന്നത് അങ്ങനെ, മനസ്സിലായോ? നിങ്ങൾക്കിപ്പോൾ ഇതൊരു കൗൺസിലിംഗ് കിട്ടിയതിനേക്കാളും സുഖം തോന്നുന്നുണ്ടാവും മനസ്സിന്, മനസ്സിലായോ? നിങ്ങളുടെ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഇതിൻ്റെ ഒരു കോമൺ സൊല്യൂഷൻ എന്താണെന്ന് യൂണിവേഴ്സിനോട് നമുക്ക് ചോദിക്കാം. വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഫോർ ഫയൽ നമ്പർ 3 അല്ലേ? എന്താണെന്ന് നോക്കാം കേട്ടോ. ഇനി ഇത് തന്നെയായിരിക്കും ഇംഗ്ലീഷ് ചാനലിൽ ഞാൻ ചെയ്യുമ്പോൾ വരാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം ഇംഗ്ലീഷ് ചാനൽ ചെയ്യുമ്പോൾ അത് കാണുന്ന ആൾക്കാരുടെ എനർജി അനുസരിച്ചായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് അതും കാണാൻ ആഗ്രഹമെങ്കിൽ ചെയ്തോ. ഇത് കഴിയുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് ചെയ്യുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ഒരു റെസ്റ്റ് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒരു സൊല്യൂഷൻ വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഫോർ ഓക്കെ 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 കറക്റ്റ്. ഇതിനകത്ത് എനിക്കൊന്നും പറയാനില്ല. എനിക്ക് യൂണിവേഴ്സ് പറഞ്ഞ അതിൻ്റെ മുകളിൽ അപ്പുറത്തേക്ക് ഒന്നും റിൻസിക്കില്ല കേട്ടോ, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങൾക്കും. അപ്പം അങ്ങനെ അനുസരിച്ച് ജീവിതത്തിൽ തീരുമാനം എടുത്ത് മുന്നിലേക്ക് പോകും. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക, അത് സംസാരിച്ച് സോൾവ് ചെയ്യുക. സംസാരിക്കുമ്പോൾ പക്വത കാണിക്കാനും ശ്രമിക്കുക. പക്വതയില്ലാത്ത സംസാരങ്ങൾ കൊണ്ട് ഈ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരും. ഓക്കെ, സോ ഞാൻ പെട്ടെന്ന് പറയാം. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ്. യൂണിവേഴ്സിന് എല്ലാ പ്രശ്നങ്ങളിലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ 2 പേരുടെയും പേരിൽ ജസ്റ്റിസ് ഉണ്ടെന്നൊക്കെ യൂണിവേഴ്സിന് മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ യു ഹാവ് ടു ഡു സംതിങ്. നീ എന്തെങ്കിലും ചെയ്യണം. അതെന്താണ് വേണ്ടത്? നീ നിന്നെ തന്നെ എംപവർ ചെയ്യണം. ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഇത് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എംപവർ ചെയ്യണം. പിന്നെ ഇപ്പം നടക്കുന്നത് സറണ്ടർ ചെയ്യുക, സിറ്റുവേഷൻ സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം നടക്കുന്ന ടൈമിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന, കാലത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണ്. അത് നിങ്ങൾ വെറുതെ ഇരുന്ന് കൊടുക്കുക, മനസ്സിലായോ? നിങ്ങൾ എംപവർ ചെയ്ത് നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് സമയമാകുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് വരും. പ്രോമിസ് ഫോർ ദ ഫ്യൂച്ചർ, ദാറ്റ്സ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ അഹെഡ് യു. ഹാപ്പിനെസ് ഇവിടെ പറയുന്നുണ്ട്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രോമിസ് ഫോർ ദ ഫ്യൂച്ചർ ഉണ്ട്, ജോയ് ഉണ്ട്. സോ ഡോണ്ട് വറി, ഓക്കെ, ഗോ അഹെഡ് എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ചില കാര്യങ്ങൾ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു പോകട്ടെ, ഞാൻ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ഭയങ്കര സംഭവമായതുകൊണ്ട് പറയണമെന്നല്ല. അങ്ങനെ പറയുമ്പോഴാണ് നമുക്കതൊരു എഫക്റ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. വാട്ടവർ. ഹീലിംഗ്. ഇപ്പം നിങ്ങൾ 2 പേരും ഹീൽ ചെയ്യാനായിട്ട് തയ്യാറാകുക. പരസ്പരം ഹീൽ ചെയ്യാന്ന് പറഞ്ഞാൽ മരുന്നും കുപ്പിയെടുത്ത് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മരുന്നും കുപ്പി തേച്ചുകൊണ്ടിരിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. ഹീൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഹീൽ ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയറിലേക്ക് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും വിട്ടുകൊടുക്കുക. അപ്പോൾ യൂണിവേഴ്സ് വിൽ ഡു ദാറ്റ്. യൂണിവേഴ്സ് നിങ്ങളെ തന്നെ ഹീൽ ചെയ്യും. ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾ ഓപ്പണപ്പ് ആവുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കപ്പാസിറ്റി ടു ലവ്, അതായത് കാര്യങ്ങളെ തിരിച്ചറിയാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പഠിക്കുക. കണ്ട, കാര്യങ്ങളെ തിരിച്ചറിയാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പഠിക്കുക. റെവലേഷൻ. ഇപ്പം ഈ കാലങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്തിട്ടുണ്ടാവും. അതായത് ഇന്നത് വഴിക്ക് പോയ ഇന്നതാണ് എന്ന് റിവീൽ ചെയ്തിട്ടുണ്ടാവും. റിവീൽ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരും. അപ്പം നിങ്ങൾ ഈ സറണ്ടർ ചെയ്തത് വീണ്ടും വന്ന് എംപവർമെൻറ്റ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കപ്പാസിറ്റി ടു ലവ് ചെയ്ത് നിങ്ങളൊരു ഹീലിംഗ് പർപ്പസിൽ കൂടെ പോയി അൾട്ടിമേറ്റ് ജോയ് ആൻഡ് പ്രോമിസ് ഫോർ ദ ഫ്യൂച്ചർ. ഇതാണ് നിങ്ങൾക്കുള്ള സൊല്യൂഷൻ. മനസ്സിലായോ? അപ്പം നിങ്ങളെല്ലാവരും ഇത് കാണുന്ന എല്ലാവരും, ഇപ്പം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്തതല്ലേ. നമ്മുടെ ഇംഗ്ലീഷ് ചാനലുണ്ട്, അതും ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പക്ഷെ ഞാൻ എന്താ പറയുക, ഞാനൊന്നും പുഷ് ചെയ്യാറില്ല. മീൻസ് എക്സ്ട്രാ എഫേർട്ട് എടുത്ത് പുറത്തുനിന്നൊന്നും ഞാൻ ചെയ്യാറില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം അതിന് നമുക്ക്, കാരണം ഞാൻ 3 ചാനൽ ഉണ്ടായത് ഒരു ചാനലാക്കിയത് കൊണ്ട് അതിൽ ഉള്ള വ്യൂസൊക്കെ പോയി ഞാൻ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് അങ്ങനെയാണ് ചെയ്തത്. അപ്പം അതിനകത്ത് ഉള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ ഇനി രണ്ടാമത് ഇങ്ങോട്ട് വന്നിട്ട് വേണം. അതൊന്നും ഞാൻ അറിയിച്ചിട്ടില്ല. അപ്പം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ RC ചാനൽ സർവീസസ് എൻ്റെ ഇംഗ്ലീഷിൽ ഏതെങ്കിലും ഒന്നും ഫേസ്ബുക്കിലുണ്ടാവും, അതെടുത്തിട്ട് എൻ്റെ ഹോം പേജിൽ പോയിട്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ഒക്കെ ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക പ്ലീസ്.
അപ്പം എനിക്ക് കൂടുതൽ വിഷയങ്ങൾ നിങ്ങൾക്ക് തരാനായിട്ട് ഒരു എൻകറേജ്മെൻ്റ് ആണ്. കാരണം ഞാൻ ഇത്രയും എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് ചെയ്തു തരല്ലേ. അപ്പോൾ അതിൻ്റേതായ ഫലങ്ങളുണ്ടാവും എന്ന് തന്നെ ധരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മൾ വീണ്ടും വീണ്ടും വേറെ വിഷയങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഓക്കെ, ബൈ ബൈ.